എത്ര രൂപയുടെ ഒരു നഷ്ടം അതിനകത്തുണ്ടായി? ആരാ പറഞ്ഞത് ഞാൻ പോസ്റ്റർ അങ്ങനെ അടിച്ചു വന്നു? ഞാൻ പറഞ്ഞത് ഞാനത് പല മീഡിയാസിനോടും പറഞ്ഞു. ഞാനിങ്ങനെ ലക്ഷക്കണക്കിന് പോസ്റ്ററൊന്നും അടിച്ചില്ല. സ്ഥാനാർത്ഥി പട്ടിക അല്പം വൈകി. നമുക്ക് ഇപ്രാവശ്യം സമയക്കുറവുണ്ടായിരുന്നു. സാധാരണ ഉള്ള 10-30 ദിവസമൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതിനിടയിൽ തന്നെ ഈസ്റ്ററും വിഷുവില്ല, ഈസ്റ്റർ, പെരുന്നാൾ ഇങ്ങനെയൊക്കെ വരുന്നു, അവധികൾ വരുന്നു. എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനുള്ളിൽ നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റുമാകുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്ഥാനാർത്ഥി ചർച്ച നീണ്ടുപോവുകയും ഞാനായിരിക്കും എന്നുള്ള മെസ്സേജുകൾ എനിക്ക് കിട്ടുന്നു. ചിലപ്പോൾ അപ്പോൾ അതിനിടയ്ക്ക് വീണ്ടും മാറി മറിയുന്നു, ആകുമെന്ന് പറയുന്നു, അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുമെന്ന് പറയുന്നു. അങ്ങനെ ചില ചർച്ചകൾ അവിടെ നടക്കുന്നു. അപ്പോൾ പിറ്റേ ദിവസം റോഡ് ഷോ അറേഞ്ച് ചെയ്തു എന്ന് അവിടെ UDF യോഗമൊക്കെ തുടങ്ങി. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് UDF യോഗം കൊച്ചിയിൽ നടന്നു. യോഗം കഴിഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട 1-2 പേർ എന്നെ വിളിച്ചിട്ട് നാളെയാണ് റോഡ് ഷോ, അവരും ഞാൻ ആകുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ എന്നെ വിളിച്ചത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് പ്രാഥമികമായി കുറച്ച് മെറ്റീരിയൽസ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എറണാകുളത്തെ ഒരു പ്രസ്സിൽ പ്രാഥമികമായി കുറച്ച് മെറ്റീരിയൽ മാത്രം നമ്മൾ അടിച്ചത്. മറ്റുള്ളതൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ടായിരുന്നു. തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യണ്ടേ? തയ്യാറെടുപ്പ് പെട്ടെന്ന് വന്ന് ദിവസവും കുറഞ്ഞ ഒരു സമയത്ത് നമ്മളൊരു മുൻകരുതലില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രയാസപ്പെട്ടു പോകും. അവിടെ കൊച്ചി പ്രാവശ്യം തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. അങ്ങനെ 100% ഞാൻ ജയിക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് എന്നെ സ്ഥാനാർത്ഥിയാക്കും, അല്ലെങ്കിൽ ഞാൻ ജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ഒരു എവിടെന്നെങ്കിലും കിട്ടിയായിരുന്നോ? എങ്ങനെ നേരത്തെ അങ്ങനെ, അതായത് ഒരു പോസ്റ്ററൊക്കെ അടിച്ചു വെക്കുക അത്തരത്തിലുള്ള? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞല്ലോ സാഹചര്യം എന്താന്ന്. കൊച്ചിയിൽ പരിഗണിക്കുന്നു എന്ന് തീർച്ചയായിട്ടും മെസ്സേജ് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ പരിഗണിക്കുന്നു എന്ന് മെസ്സേജ് ഇല്ലാതെ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങേണ്ട കാര്യം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇറങ്ങിയില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും കുറേ പോസ്റ്റർ അടിച്ചു വെച്ച് ഞാൻ ഇവിടെ നിൽക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്രാവശ്യം അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന് കൃത്യമായ കാരണവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.